അല്ല ഗെയ്സ്, കേരളത്തിൽ തന്നെ സ്വിറ്റ്സർലാൻഡിന്റെ ഫീല് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? അതെ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വലിയ ബഡ്ജറ്റ് ഒന്നും വേണ്ട, ഒരു ചെറിയ റോഡ് ട്രിപ്പ്, പച്ചപ്പ് നിറഞ്ഞ മലകള്, മേഘങ്ങൾ, തണുത്ത കാറ്റ്, മനോഹരമായ ഒരു വാലി വ്യൂ. ഇതെല്ലാം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലത്തുണ്ട്. ഇവിടുത്തെ മനോഹരമായ ലാൻഡ്സ്കേപ്പ് കാരണം ഈ പ്രദേശത്തെ സ്നേഹത്തോടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് വിളിക്കാറുള്ളത്. ഹലോ ഗൈസ്, ഹായ്. ഇന്ന് നമ്മൾ പോകുന്നത് മലയാളികളുടെ സ്വന്തം സ്വിറ്റ്സർലാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മലയാളികളുടെ സ്വന്തം സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ട് വരാം ഗൈസ്. ഈ സ്ഥലത്തിന്റെ പേര് തട്ടേക്കാടാണ്. എങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് വന്നിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിന്റെ ട്രാവലേ ഉള്ളൂ ഇവിടെ എത്തിച്ചേരാൻ. പിന്നെ നമ്മൾ ഗൂഗിൾ നോക്കിയാൽ പോരുന്നെങ്കിൽ സ്വിറ്റ്സർലാൻഡ്, മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും നമുക്ക്. പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളെ നടുക്കോടെയുള്ള യാത്ര. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മലനിരകളും പച്ചപ്പും മേഘങ്ങളും വിശാലമായ വാലി വ്യൂവും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും. കുറച്ച് സമയം ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ അടുത്ത് കുറെ കാഴ്ചകളുണ്ടല്ലോ. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി, അതുപോലെ തന്നെ ഭൂത്താൻകെട്ട്, ഇഞ്ചത്തൊട്ടി പാലം, അതെല്ലാം കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ അപ്രവേശിച്ച് കണ്ടേ സ്പീഡ് ബോട്ടല്ല, ഹൗസ് ബോട്ട്. യെസ്, ജപമാല റാണി. ഇത് വെള്ളത്തിനല്ലാട്ടോ വെച്ചേക്കുന്നേ. ഇതിലേക്ക് അവർ നല്ല പോക്കറ്റില് മറ്റേ ചാക്കിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് അതിലാണ് അവർ പൊക്കി വെച്ചേക്കുന്നത്. ലീഫും കാര്യങ്ങളൊക്കെ പൊങ്ങി തന്നെ ഇരിക്കുന്ന വെള്ളത്തിൽ മുട്ടാതെ, എവിടെയും മുട്ടാതെ ബാലൻസ് ചെയ്ത് പൊക്കി വെച്ചേക്കോട്ടോ. അപ്പുറം ഓർമ്മ കൂടെ ഉണ്ട്. ഇപ്പുറ സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ഈ ഹൗസ് ബോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ടയറയിലാണ്. ലാഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് ടയറയിലാണ് നാട്ടിൽ. ചില ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. എത്രത്തോളം സേഫാന്ന് അറിയില്ല. മറിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പെട്ടു. ഒരു കയറൊക്കെ വെച്ച് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടും പോയിട്ട് ഇൻകേസ് വർഷം പൊങ്ങിയാലും. Skipping stones in city streams we find. Let's write a new story, leave the old behind. എങ്ങനെയാണ് തട്ടേക്കാടിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേര് വന്നാലും സംശയമുള്ളൂ. ഈ സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വ്യക്തം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്നത് പ്രകൃതിയുടെ ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പാണ്. ചുറ്റും പച്ച നിറമുള്ള മലനിരകൾ, മേഘങ്ങൾ, വിശാലമായ കാഴ്ചകൾ, ശാന്തമായ അന്തരീക്ഷം, ഇവയെല്ലാം ചേർന്ന് സ്വിറ്റ്സർലൻഡിന്റെ ഒരു കൺട്രി സൈഡിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മിനി സ്വിറ്റ്സർലൻഡ് എന്നുള്ള പേര് വന്നത്. But the sunlight hits in so many ways. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my
my phone. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈഫ് വിത്ത് ആൽബിൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത യാത്രയിൽ കാണാം. ബൈ.